ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇവിടെ ഇച്ചിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും ചെവിക്കകത്ത് കാറ്റ് കയറാതിരിക്കാനും പിന്നെ സ്വെറ്ററും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ് ഇച്ചിപ്പോൾ സ്പെഷ്യല്? അപ്പം നാളെ അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങൾ എൻ്റെ പുരികം ത്രെഡ് ചെയ്യാൻ പോവാൻ റെഡി ആയിട്ടിരിക്കുന്നത് വന്നിട്ട് ഞങ്ങൾ പുറത്തു പോവാണേ. എന്തെങ്കിലും ഗിഫ്റ്റും ഒരു കേക്കും വാങ്ങണം. ഞങ്ങൾ ലുലു പോയി ഒരു ഷർട്ടും പിന്നെ കേക്കൊക്കെ മേടിക്കാനായിട്ട് പോവാ കേട്ടോ. പോയാലോ? പോയിച്ചിപ്പാ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് കടയിൽ കയറി കേട്ടോ. ഞാൻ ചായയാണ് പറഞ്ഞത്, കഴിക്കാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എസ്തറിന് മാംഗോ ജ്യൂസ് വേണമെന്ന്. പനി ആയതുകൊണ്ട് ഐസൊന്നും ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ജ്യൂസ് കുറച്ചെങ്ങാണ്ടേ അവൾ കുടിച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ തന്നെ കുടിച്ച് തീർക്കേണ്ടി വന്നു. ലുലു പോയതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് നമ്മൾ വലിയ കേക്കൊന്നും വാങ്ങിയില്ല, കാരണം എന്തായാലും ഞങ്ങൾ 3 പേരും വലുതായിട്ട് കേക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് വലിയത് മേടിച്ച് വെറുതെ കളയണ്ടാലോ എന്ന് വെച്ചിട്ടൊരു കുഞ്ഞ് കേക്കാണ് മേടിച്ചത് കേട്ടോ. ആ സമയം കൊണ്ട് തണ്ടട എസ്തർ കിടന്നുറങ്ങി. 12 മണി ആകാറായേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഇഷ്ടമായോ? ഇപ്പം റെഡിയാണോ? സമയത്ത് അനിയത്തിയൊക്കെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അനിയത്തിയൊക്കെ വീഡിയോ കോളിൽ തന്നെ നിൽപ്പുണ്ടേ. അപ്പോൾ കേക്ക് മുറിച്ചാലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you. May God... ഇത് ഞാനല്ലേ തരണ്ടേ? May God bless you. Happy birthday to you. കൊടുക്ക്. Thank you. അപ്പോൾ ഗിഫ്റ്റ് നമ്മൾ ഒളിപ്പിച്ച് വെച്ചെടുത്തൊന്ന് എടുത്ത് അച്ചാച്ചന് കൊടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ 2 ഗിഫ്റ്റ് അച്ചാച്ചന് എസ്തറിന് കൊടുക്കണമെന്ന് കേട്ടോ. അപ്പം വാങ്ങിച്ച എന്താന്ന് കാണിച്ചു തരാവേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്ന് തുറക്ക്. പ്രതീക്ഷിക്കാത്ത എനിക്കറിയാം. അച്ചാച്ചൻ വിചാരിക്കുന്ന സാധനമല്ല. കാണാവോ ചക്കരെ? തുറക്ക്. എന്തിനടുത്ത പൈസ ഇല്ല, അപ്പ കണ്ണടച്ചേക്കുവാ. ഇല്ല കണ്ണടച്ചു. ഇത് നോക്കുന്നില്ലടി, കൊടുക്കടി. പൊട്ടിച്ചു കൊടുക്ക ചേച്ചാ. തുറക്കട്ടെ? ഞാൻ സെലക്ട് ചെയ്ത എന്തേലും ഉണ്ടോ? കുഞ്ഞാട്ടോ. താഴെ വീണ പൊട്ടിപ്പോവല്ലേ? താങ്ക് യു. അടിപൊളി. പെർഫ്യൂം മേടിക്കാനുള്ള കാര്യം അച്ചാച്ചൻ ഒരു പെർഫ്യൂം പ്രാന്തനാണ് കേട്ടോ.
എത്ര പെർഫ്യൂം കിട്ടിയാലും മതിയാവത്തില്ല. അങ്ങനെ ഒരു പെർഫ്യൂമും പിന്നെ 3 ജോഡി ബനിയനും എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ എച്ചാപ്പിയുടെ സെലക്ഷനാണേ. അനിയത്തി അനിയനും വീഡിയോ കോൾ ഉള്ളതുകൊണ്ട് അവരെ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കാണിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു സർപ്രൈസ് കേക്ക് വന്നത്. കേക്ക് കണ്ടാലോ? അപ്പോൾ ഇതാണ് അവർ നമുക്ക് ഓർഡർ ചെയ്തു തന്ന കേക്ക്. എല്ലാ വട്ടവും ഞങ്ങളുടെ 6 ബർത്ത്ഡേ ആണെങ്കിൽ അവരുടെ ഒരു സർപ്രൈസ് കേക്ക് ഉള്ളതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആണ് കേക്കിൻ്റെ അവസ്ഥ. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ചാച്ചൻ പറഞ്ഞു പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് തരാമെന്ന് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയാണിത് കേട്ടോ. അപ്പോൾ അച്ചാച്ചന് ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി. ഈ സമയത്ത് എസ്തറും അച്ചാച്ചനും കിടന്നുറങ്ങുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അച്ചാച്ചന് ഇഷ്ടപ്പെട്ട കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി സർപ്രൈസ് ചെയ്താലോ എന്ന്. അച്ചാച്ചൻ ഇങ്ങനെ ബിരിയാണി അങ്ങനെയൊന്നും വലുതായിട്ട് ഇഷ്ടമല്ല കേട്ടോ. ചോറ്, എന്തേലും കറികളൊക്കെയാണ്, നാടൻ വിഭവങ്ങളൊക്കെയാണ് ഇഷ്ടം കേട്ടോ. വലിയതായിട്ടൊന്നുമില്ല, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കാം എന്ന് വെച്ചു. കാരണം ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ വയറ് നിറയുമ്പോഴാണല്ലോ അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി, സന്തോഷമായിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചീരത്തോരൻ വെച്ചു. ഇനി ഒരു രസം ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഈ രസം സാധാരണ ഞാനിങ്ങനെ മുളകൊക്കെ ഒത്തിരി ഇട്ടുണ്ടാക്കുന്നു എന്ന് അച്ചാച്ചന് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ എൻ്റെ ഈ ഒരു ഉടായ്പ രസം അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തന്ന രസവും കൂടെ ഉണ്ടാക്കാമെന്ന്. ഈ രസത്തിൻ്റെ റെസിപ്പി ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത് കേട്ടോ. ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പോയപ്പം അവൾ കൊണ്ടുവന്ന രസം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈ രസത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സാധാരണ ഉണ്ടാക്കുന്ന രസം പോലല്ല, പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രസമായതുകൊണ്ടാണ് അതിന് ഞാൻ തന്നെ ഒരു പേരിട്ട് ഉടായിപ്പ് രസം എന്നേ. അച്ചാച്ചനും പക്ഷേ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് രസം ഉണ്ടാക്കി. ഇനിയിപ്പം മോര് കാച്ചണമെന്നുണ്ട് കേട്ടോ. മോരൊക്കെ അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ അച്ചാച്ചനും എസ്തറിനും മോര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മോര് കാച്ചാം. പിന്നെ കിഴങ്ങ് മെഴുക്കോട്ടി, പിന്നെ മുട്ട പൊരിച്ചത്, ചമ്മന്തി, ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കറികളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം നമ്മൾ ക്രിസ്മസിന് ഓൾറെഡി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ പുറത്തു നിന്നാണല്ലോ ഫുഡ് മേടിച്ചത്. ആക്ച്വലി അച്ചാച്ചന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞാനിതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. എസ്തറും അച്ചാച്ചനും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. എനിക്കിന്ന് ഓഫാണ്, അച്ചാച്ചന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അന്നേരം ഞാൻ ശരിക്കും മനസ്സിലിങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താലോ. കാരണം ഫുഡൊക്കെ നന്നായിട്ട് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാക്കി തരുമ്പം ഒരു പ്രത്യേക സന്തോഷമല്ലേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ മോരുകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും പിന്നെ എന്തൊക്കെ പറയുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പുതിയ വർഷം വരാൻ ഇനി കുറച്ച് ദിവസങ്ങളോടെ ഉള്ളില്ലേ. അപ്പോൾ ഇനി കിഴങ്ങ് മെഴുക്കോട്ടി ഉണ്ടാക്കാനായിട്ട് പോകാം. ഞാനിത് ഓൾറെഡി വേവിച്ച് വെച്ചതാണ് കേട്ടോ. പക്ഷേ ഈ സമയത്ത് അച്ചാച്ചൻ അടുക്കളയിലോട്ട് കയറി വന്നിട്ട് ചോദിച്ചു എന്നാ പരിപാടിയെന്ന്. പിന്നെ ഇത് ഇളക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് വന്നിരുന്നാൽ കുറച്ച് മുളക് പൊടിയും കൂടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വിതറിയിടാനായിട്ട് പറഞ്ഞു. അന്നേരം എന്നോട് ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ കിഴങ്ങ് മെഴുക്കോട്ടി ഇവിടെ റെഡിയായി. ഇനി മുട്ട പൊരിക്കാനായിട്ട് പോകും. അപ്പോഴാണ് എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയത് കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ടത് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ മുട്ട അങ്ങോട്ട് വന്നില്ല. പിന്നെ കിട്ടിയ രീതിയിൽ ആട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ കേട്ടോ കുറേ തവണയായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതോ എൻ്റെ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ കേട്ടോ ഒന്ന് ഒഴിവാക്കണമെന്ന്. ഞാൻ ട്രൈ ചെയ്യാവേ, അറിയാതെ ഇങ്ങനെ കയറി വരുന്നതാണ്. പിന്നെ ചിക്കൻ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചിക്കൻ വറുത്തത് റെഡിയായി. ചമ്മന്തി അരച്ചത് കാണിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങളെ. അങ്ങനെ കുളിച്ചൊക്കെ അച്ചാച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ. ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അല്ലെങ്കിൽ അത് അങ്ങനെയാണ് കേട്ടോ. ആ മുഹൂർത്ത സമയത്ത് കഴിക്കാൻ വരുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ ഹാപ്പിയായി അച്ചാച്ചൻ കേട്ടോ. ഫുഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയായി. ദൈവകൃപയാലും ഞാൻ വിചാരിച്ച പോലൊക്കെ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി
അച്ചാച്ചന് കൊടുക്കാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അച്ചാച്ചൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ നമ്മളും ആഘോഷിച്ചു. പിന്നെ ഇതായിരിക്കും 2024 എൻ്റെ ലാസ്റ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. നല്ലൊരു ന്യൂ ഇയർ എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ലവ് യു ഓൾ. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ. ബൈ ബൈ.